നമസ്കാരം. നമസ്കാരം. ബി ജെ പി അതിൻ്റെ പഴയകാല നമുക്കറിയാം പണ്ടത്തെ ഒരു ഹിന്ദു സമൂഹം എങ്ങനെയായിരുന്നു എന്നുള്ളത്, സതീ സമ്പ്രദായം, ദേവദാസി സമ്പ്രദായം, ആ ഒരു തലത്തിലോട്ട് ബി ജെ പി വീണ്ടും നമ്മുടെ പഠന കാര്യങ്ങളടക്കം കൊണ്ടുപോകുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡാൻസിങ് ലേഡി, ഒരു ബിംബം എന്നല്ല അതിന് പറയാം, ഒരു പഴയകാല ആൻഷ്യൻ്റ് പ്രതിമ, ബിംബം സ്റ്റാച്യു, ഇപ്പോൾ പഴയകാല ആൻഷ്യൻ്റത്തെ ആ ഒരു പ്രതിമയെ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് വീണ്ടും NCERT പാഠപുസ്തകങ്ങളിൽ ബി ജെ പി ആഡ് ചെയ്യുന്നു. വലിയ വിവാദങ്ങൾ വരുന്നു, അതിനുശേഷം പിൻവലിച്ചു തോന്നുന്നു. അപ്പം ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള കാര്യങ്ങളോട്ട് ബി ജെ പി പോകുന്നു. അപ്പം എങ്ങനെയാണ് സാറേ കാണുന്നത്? ബി ജെ പി ആധുനിക ഇന്ത്യയെ മറന്ന് പഴയകാല ഇന്ത്യയിലോട്ട് തിരിച്ചു പോകുന്ന ഒരു സമ്പ്രദായം മാറുന്നുണ്ടോ? ഈ പ്രധാനപ്പെട്ട ഇന്ന് നിലനിൽക്കുന്ന 3 മതങ്ങൾ, 1 ഇസ്ലാം, 2 ക്രിസ്ത്യാനിറ്റി, 3 ഹിന്ദുമതം. ഇനി അതിൻ്റെ അടിസ്ഥാനപരമായ ഈ 3 മതങ്ങളിലെയും നിലനിൽപ്പ് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന മതം മതങ്ങൾ ജനവിഭാഗം ഇന്ത്യ ഒന്നുണ്ട്. ഇന്ത്യക്ക് മുസ്ലിം രാജ്യങ്ങളും ഹൈന്ദവ രാജ്യവുമായ ഇന്ത്യയാണ് ശാസ്ത്ര പുരോഗതി, വ്യാവസായിക പുരോഗതി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നോക്കം നിന്നിരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ സാംസ്കാരികമായിട്ട് ഞങ്ങൾ ഒത്തിരി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള മറുപടിയാണ് തിരിച്ചു പറയുന്നത്. എന്തുകൊണ്ട് സാംസ്കാരികമായി ഇവർ പുറകോട്ട് നിന്നു എന്ന് പറയുമ്പോൾ അതിനൊരൊറ്റ ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. മനുഷ്യൻ്റെ വളർച്ചയുടെ ഭൗതികവും സാമൂഹികവും ആത്മീയമായ വളർച്ചയ്ക്ക് അത്യാവശ്യം എന്ന് പറയുന്ന അറിവ് എന്ന് പറയുന്ന വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേകത അറിവിനെ ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരും കൂടി ആയിട്ട് സ്റ്റുഡൻസിനെ വളർത്തിയെടുക്കാൻ പറ്റണം. ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഭൂരിപക്ഷത്തിനാണെങ്കിൽ ബ്രാഹ്മണർ ഒഴിച്ച് ബാക്കിയുള്ളവർ കാര്യമായ വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അത് നിഷേധിച്ചെന്നോ ഒന്നും പറയുന്നതല്ല, പക്ഷേ അതിന് സാധിച്ചില്ല. അതുപോലെ ഇസ്ലാമിൽ സമൂഹത്തിൽ 50% വരുന്ന സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ജോലിക്ക് പിടിയല്ല. അപ്പോൾ അവരെയും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പകുതി വിഭാഗം ജനങ്ങളെയാണ് ഇസ്ലാമും കൊണ്ടുവന്നത്. ഈ 2 രാജ്യങ്ങളും ദാരിദ്ര്യ രാജ്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ കാലക്രമത്തിൽ ഒരു 10-30 വർഷം മുമ്പ് ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ ഒരു ലോട്ടറി പോലെ കിട്ടുകയാണ്. എണ്ണയുടെ കൊമേഴ്ഷ്യലായിട്ടുള്ള യൂസേജിനെ പറ്റി അവർ പഠിക്കുകയും അവരെ യൂറോപ്യൻസ് പഠിപ്പിക്കുകയും എണ്ണ ഒരു വലിയ വരുമാന മാർഗമായി ലോട്ടറി കിട്ടിയുള്ള എണ്ണ കിട്ടി. അല്ലെങ്കിൽ അറബി രാജ്യങ്ങളുടെ സ്ഥിതി ഒട്ടും മോശമാകുമായിരുന്നില്ല. ഇന്ത്യക്ക് അങ്ങനെ ലോട്ടറി കിട്ടിയില്ല. ഇന്ത്യക്ക് പകരം ആത്മീയത, രാവിലെ വൈകുന്നേരം കച്ചവടം ചെയ്യുന്ന ഒരു സംസ്കാരമായിട്ട് ഹിന്ദു സംസ്കാരത്തെ മാറ്റി. അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, എല്ലാ ആചാരങ്ങളും അതേപടി. അതിനേക്കാൾ കൂടുതൽ ഒരു ഹിന്ദുവിൽ നിന്നൊരു ശാസ്ത്രജ്ഞനെ ഉണ്ടാക്കാൻ പറ്റുമോ? അതാണ് പഠിക്കേണ്ടിയിരുന്നത്. അതിന് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഹിന്ദുവിനൊരു നല്ല ഡോക്ടറെ, കുറേ നല്ല പുതിയ മരുന്നുകൾ, പുതിയ ഓപ്പറേഷൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഒരു ഹിന്ദുവിൽ എത്രമാത്രം പേരെ ഹിന്ദുക്കളിൽ നിന്നും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണം. അതിന് പകരം ഏറ്റവും പുറകോട്ട് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുടെ കയ്യിൽ ഹിന്ദുമതത്തെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമം ഈ രാജ്യത്ത് നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത് കുറേ ഉദ്യോഗസ്ഥ ലെവലിലുണ്ട്, മതപരമായ ലെവലിലുണ്ട്, പൂജാരിമാരുടെ ലെവലിലുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ ലെവലിലുണ്ട്. പണ്ട് ജനസംഖ്യ ആയിരുന്നപ്പോൾ തൊട്ട് ഇത്രയില്ലായിരുന്നു. മോഡി എത്ര പുരോഗമനം പറയുമ്പോഴും ഈ മോഡി പറയുന്ന പുരോഗമനത്തെ മുഴുവൻ ഒന്നും അല്ലാതാക്കാൻ പറ്റുന്നൊരു വിഭാഗം. എൻ്റെ ഏറ്റവും ഒടുക്കത്തെ ഉദാഹരണം, അല്ലെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റാകട്ടെ ഇനി പറയരുത്. ഇവിടെ നമ്മൾ ഡാൻസിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുമ്പോൾ മറ്റേ മോഹിനിയാട്ടവും ഭരതനാട്യമൊക്കെ പഠിപ്പിക്കാൻ നമ്മൾ ഒരു പണ്ട് കാലത്തെ ഒരു നൃത്തശില്പമുണ്ട്. ആ നൃത്തശില്പം എന്ന് പറഞ്ഞാൽ ഒരു നഗ്നയായ സ്ത്രീയുടെ നൃത്തശില്പമാണ്. ആകെ ശരീരത്തിലുള്ളത് കൈകളിൽ വളയുണ്ട്, നെക്ലേസ്, മാലയുണ്ട്. ഈ 2-3 ആഭരണങ്ങളല്ലാതെ വസ്ത്രം ധരിക്കാത്ത ഒരു സ്ത്രീയായിരുന്നു. വേണമെങ്കിൽ വിവാഹത്തിന് വേണ്ടി പറയാം 10,000-5000 വർഷം പഴക്കമുള്ളൊരു വിഗ്രഹമാണത്, അല്ലെ 2000 വർഷം പഴക്കമുള്ളതായിരിക്കാം. അന്ന് കാലത്ത് വസ്ത്രം ധരിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു എന്നുള്ളതാണ്, അല്ലെ അന്ന് വസ്ത്രമില്ലായിരുന്നു എന്നും പറയാം. പക്ഷേ ഈ വിഗ്രഹം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ, പഴയകാല ടെക്സ്റ്റ് ബുക്കുകളിലും ഇൻ്റർനെറ്റിലും എല്ലാം ഇത് വ്യാപകമായി നമ്മൾ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇത് ഇത്തവണത്തെ NCERT പാഠപുസ്തക പരിഷ്കാരത്തിൻ്റെ പേരിൽ സദാചാര വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഈ വിഗ്രഹത്തെ, അല്ലെ ഈ പ്രതിമയെ തുണിയൊക്കെ ഉടുപ്പിച്ച് പ്രതിഷ്ഠിക്കാനും പിള്ളേരെ പഠിപ്പിക്കാനും നോക്കുന്നത്. ഇനി മോഡി ഈ വിഗ്രഹം അതേ രീതിയിൽ പ്രദർശിപ്പിച്ചിരുന്ന മറ്റൊരു സ്ഥലത്ത് മോഡിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇതേ അഭ്യാസം തന്നെ കാണിച്ചു. പ്രഹസനം എന്ന് മാത്രമേ ഉള്ളൂ. സദാചാരത്തിൻ്റെ വാക്ക് ഡിഫൈൻ ചെയ്യാൻ ഇവർക്ക് ഇപ്പോഴും പഠിച്ചിട്ടില്ല. ഇതെങ്ങനെയാണ് സദാചാര വിരുദ്ധമാകുന്നത്? അങ്ങനെയാണെങ്കിൽ കോണാർക്കിലെ അമ്പലം ഇവരിടിച്ച് കളയുമോ? അജന്ത എല്ലോറിലെ ശില്പങ്ങൾ ഇവരിടിച്ച് കളയുമോ? എല്ലായിടത്തും ഇത് തന്നെയല്ലേ? അത് മനസ്സിലാക്കാതെ ഇനിയും നമ്മൾ എങ്ങോട്ട് പോകണം?
16-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലേക്കോ മനുഷ്യനെ പുറകോട്ട് വലിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധിയായി നമ്മൾ പോയാൽ ഇരുണ്ട ആഫ്രിക്കയെ പറ്റിയൊക്കെ ഇരുണ്ട ഭൂഖണ്ഡം പറയും. ഇന്ത്യയെ ഒരു ഇരുണ്ട ഭൂഖണ്ഡമാക്കി മാറ്റാനാണ് മോഡി അല്ലെങ്കിൽ മോഡിയെ നിയന്ത്രിക്കുന്ന ശക്തികൾ ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇപ്പം എല്ലാ മതങ്ങളും കാര്യം എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പം കുറച്ച് മാറ്റങ്ങൾ എല്ലാ മതത്തിലും വരാറുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കാലാകാലം സ്ത്രീകൾ അതിപ്പോഴും ഒരു പരിധി വരെ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ കിച്ചണിൽ ജനൽ പോലും അടച്ചിട്ടൊരു സമ്പ്രദായം അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ആ ഓർത്തഡോക്സ് മെൻറ്റാലിറ്റി അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്ന പല നേതാക്കന്മാരുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു പരിധിവരെ ഇതിന് മാറ്റം വന്നത് CH മുഹമ്മദ് കോയൊക്കെ വന്നതിന് ശേഷമാണ്. കാരണം ഈ വിദ്യാഭ്യാസ രംഗത്ത് എന്നും സ്ത്രീകൾ വളരെ പിന്നോക്കം നിന്ന സംസ്ഥാനങ്ങളൊന്നും തന്നെയാണ് കേരളവും, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ. അന്നും ഈ പറഞ്ഞ പോലെ ഒട്ടുമിക്ക മുസ്ലിം കുടുംബത്തിലെ സ്ത്രീകളെ പഠനത്തിൽ അയക്കിലായിരുന്നു. അതിന് വലിയ തരത്തിൽ മാറ്റം വന്നത് CH വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ എത്രത്തോളം പെൺകുട്ടികൾ നിങ്ങൾ അയക്കുന്നുണ്ടോ അവർക്ക് സൗജന്യ അരി കൊടുക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അന്ന് ഏറ്റവും വലിയ പട്ടിണി ഒക്കെ അനുഭവിച്ചിരുന്ന കാലമായിരുന്നു. അതിനുശേഷമാണ് പിന്നെ പതിയെ ലീഗിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്ത്രീകൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ A+ ഉണ്ടാവുന്നൊരു ജില്ല അത് മലപ്പുറം ജില്ല തന്നെയാണ്. ഇപ്രാവശ്യത്തെ എനിക്കറിയില്ല. അപ്പം കാലാകാലങ്ങളായിട്ട് വരുന്നൊരു ജില്ലയാണ് മലപ്പുറം ജില്ല. അത് മാത്രമല്ല അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും മുസ്ലിം കമ്മ്യൂണിറ്റിത്തെ കുട്ടികളുണ്ട്. പക്ഷെ അവരെല്ലാവരും ഫ്യൂച്ചറിൽ അവരെവിടെ എത്തി നോക്കുമ്പം എവിടെ എത്തിയിട്ടുണ്ടാവില്ല. എല്ലാവരും +2 കഴിഞ്ഞ കെട്ടിക്കുന്ന ഒരു സമ്പ്രദായമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളത്. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം ഇനിയും ഞാനീ സംസാരിക്കുന്ന കാലയളവ് വരെ ചെറിയ തരത്തിൽ വരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ തരത്തിൽ മാറ്റം വരാനുണ്ട്. ഇനിയിപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ ശാസ്ത്രജ്ഞന്മാരുടെ കുറവ് നമുക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുൻ ISRO ചെയർമാനുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്ത് നമ്മൾ ചെസ്സ് കളിക്കുന്ന തമിഴ്നാട്ടിലത്തെ ആളുണ്ട്. അപ്പം ഇത്തരത്തിൽ എന്താ പറയുക നമുക്ക് പ്രഗത്ഭരായ ആൾക്കാരുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു വളർച്ച നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ ആത്മീയത വിറ്റ് ജീവിക്കുന്ന പല നേതാക്കന്മാരും ഇപ്പോഴും ഉണ്ട്. അതാണ് നമ്മളെ ഏറ്റവും വലിയൊരു ദൗർബല്യം എന്ന് പറയുന്നാലും. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അതിൽ നിന്ന് ഇന്ത്യ മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്താണ് BJP പറഞ്ഞ പോലെ എന്താ പറയുക ഒരു പഴയ ഇന്ത്യയിലോട്ട് തിരിച്ചു പോകണം, പഴയ ആർഷഭാരത സംസ്കാരത്തിലോട്ട് തിരിച്ചു പോകുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള പ്രൊപ്പഗേറ്റും അവർ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം മനുഷ്യന്മാരെ എങ്ങനെയാണോ രൂപീകരിച്ചത്, അതിനുശേഷം നമുക്ക് വസ്ത്രം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ നടന്നിരുന്നത്, അതേപോലെ ദേവദാസി സമ്പ്രദായം, തൊട്ടുകൂടായ്മ, വിണ്ടിക്കൂടായ്മ, അയിത്തം, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം BJP വീണ്ടും അഫ്ഗാനിസ്ഥാനിലും എങ്ങനെയാണോ മുസ്ലിംസ് തിരിച്ച് പഴയ രീതിയിലോട്ട് പോയത്, അതേപോലെ ഇന്ത്യയിലും വീണ്ടും ഹിന്ദു കമ്മ്യൂണിറ്റിയെ BJP പഴയ രീതിയിലോട്ട് തിരിച്ചു കൊണ്ടുപോവുകയാണോ എന്നുള്ളൊരു വലിയ ചോദ്യം ചിഹ്നം തന്നെയാണ്. നമുക്കറിയാം അയ്യങ്കാളിയൊക്കെ ഇവിടെ നടത്തിയ വില്ലുവണ്ടി സമരമൊക്കെ. അപ്പം അതൊന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്ത ഒരു കാര്യമാണ്. കാരണം ഒരു പരിധിവരെ തങ്ങളെ മക്കളെ സ്കൂളിൽ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളെ പാഠങ്ങൾക്ക് ഒഴിയില്ല എന്നുള്ള തരത്തിൽ വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് മുമ്പോട്ട് പോകുന്ന. അവസാനം ഒരു നിവൃത്തിയില്ലാണ്ട് പിന്നീട് സ്കൂളുകളിൽ കുട്ടികളെ കയറ്റുന്നു. അപ്പം ഇത്തരത്തിൽ മാത്രമല്ല മുറിക്കൽ സമരം സാറ് കേട്ടിട്ടുണ്ടാവും. പേര് ഞാൻ ഓർക്കുന്നില്ല, സമരമല്ല, നങ്ങേലി. അപ്പം സ്വന്തം മാറ് മുറിച്ചെങ്ങാണ്ട് ഇല്ലാത്തൊരു കഥയാണ്. അല്ല, മാറിന് ഇല്ലാത്ത കഥയാണ്. ഞാൻ ആ സാധനത്തിൽ എനിക്ക് കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല എത്രത്തോളം സത്യമാണെന്നുള്ളത്. പക്ഷെ എന്തായാലും അന്ന് എത്രത്തോളം മാറുണ്ട് അതിനനുസരിച്ചിട്ട് നികുതി കൊടുക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പം അത് അവസാനം മുറിച്ച് കയ്യിൽ കൊടുത്തു. അദ്ദേഹം സ്ത്രീ അവിടെ കടന്ന് മരിച്ചു എന്നുള്ള കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അതിന് ജെനുവിനിറ്റി, കാരണം ഞാൻ ആ കാലത്ത് നമുക്കറിയില്ല എത്രത്തോളം ഉണ്ട്. പക്ഷെ ഒരുപാട് ബുക്കിൽ ഞാൻ ആ സാധനം വായിച്ചിട്ടുണ്ട്. അത് ജെനുവിനാണ്, നടന്നൊരു കാര്യമാണെന്ന് ഞാൻ എൻ്റെ പ്രൊഫസേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്കറിയില്ല എത്രത്തോളം എന്താണെന്നുള്ളത്. പക്ഷെ എന്തായാലും അത്തരത്തിലോട്ട് BJP പോകുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് എനിക്കും ഇപ്പോൾ തോന്നിയിട്ടുള്ളത്. അല്ല, നമ്മുടെ ഇതിൽ ഇപ്പോൾ യൂറോപ്പിനെയും അറബ് രാജ്യങ്ങളെയും ഹൈന്ദവ രാജ്യമായ ഇന്ത്യയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇനി വീണ്ടും കുറച്ചുകൂടെ എടുത്തു പറയാം, ഹൈന്ദവ സംസ്കാരമായിട്ട് ഏറ്റവും അടുത്ത് പൊരുത്തപ്പെടുന്ന രാജ്യങ്ങളാണ് ചൈനയും വിയറ്റ്നാമും ജപ്പാനും എല്ലാം. ബുദ്ധമതമാണ് അവിടെ. ലോകത്തിലെ അമേരിക്ക കഴിഞ്ഞാൽ ഒരു കാലത്ത് ഏറ്റവും വികസിച്ച രാജ്യങ്ങളിലൊന്നും ജപ്പാനായിരുന്നു. ഒരു പ്രത്യേക കമൻറ്റ് തന്നെ ടൈംസ് അമേരിക്കയുടെ, നൗ ജപ്പാനീസ് യെൻ റൂൾസ് ദ വേൾഡ്, നോട്ട് ഡോളർ. ഡോളറിനെ മറികടന്നുകൊണ്ട് ജപ്പാനീസ് യെൻ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് കറൻസിയായി. പിന്നെ വീണ്ടും മാറി. അപ്പോൾ അങ്ങനെ ബുദ്ധമത രാജ്യങ്ങൾ ശക്തമാകുന്നു. ഈ അറബി രാജ്യങ്ങളും നമ്മളും മാത്രം ദാരിദ്ര്യത്തിൽ നിൽക്കുന്നു. പക്ഷേ അറബികൾക്ക് ലോട്ടറി കിട്ടിയോ, എണ്ണ കിട്ടി, അത് വിറ്റ് കാശാക്കി. അല്ലാണ്ട് വ്യവസായം കൊണ്ടോ മറ്റെന്തെങ്കിലും കച്ചവടം തുടങ്ങിക്കൊണ്ടോ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടോ അല്ല പൈസ ഉണ്ടാകുന്നത്. മറിച്ച് വളരെ പെട്ടെന്ന് എണ്ണ അത് ഉപയോഗിക്കാനുള്ള ഷെയ്ഖ് യാമനി എന്ന് പറഞ്ഞ സൗദി അറേബ്യയിൽ വന്ന ഒരു ഓയിൽ മിനിസ്റ്ററാണ് അതിൻ്റെ കൊമേഴ്ഷ്യൽ യൂട്ടിലൈസേഷനും അതുകൊണ്ടുണ്ടാകുന്ന ലാഭത്തെക്കുറിച്ച് പഠിക്കുകയും നടപ്പാക്കുകയും ചെയ്തത്. നമുക്ക് ആ വിഷയം പറയണ്ട. പക്ഷേ എന്നാൽ പോലും ഇവിടെ ഈ പ്രതിമയുടെ കാര്യത്തിൽ കാണിച്ച അസഹിഷ്ണുത, മലമ്പുഴ ചെന്ന ഇവരെന്നാ ഈ
മലമ്പുഴയിൽ യക്ഷിയുടെ കാനായി കുഞ്ഞിരാമൻ സൃഷ്ടിച്ച രൂപകൽപ്പനയിൽ യക്ഷിയുടെ പ്രതിമയുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? കോണാർക്ക് അമ്പലത്തിൽ ചെന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കണ്ണടച്ചെടുക്കുമോ? ഇവർ സൃഷ്ടിക്കുന്ന സദാചാര മൂല്യങ്ങളല്ല ലോകത്തിലെ മനുഷ്യ സംസ്കാരം പിന്തുടരുന്നത്. സദാചാര മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയയിലെ പ്രാദേശികമായിട്ടാണ്. ഇവരുടെ മേൽക്കോയ്മ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ മാറ്റി. ഞങ്ങൾ ഹൈന്ദവരുടെ പ്രൊട്ടക്ഷൻ. ഹൈന്ദവരുടെ ശത്രുക്കളല്ലേ ഇവർ? സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ഹൈന്ദവരുടെ കഴിവിനെ ഇല്ലാതാക്കുന്ന അനുസരിച്ച് ഹൈന്ദവ മതവും പുറകോട്ട് പോകും. മാത്രമല്ല അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഏകദേശം 200 കോടികളുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേരത്തെ അടക്കം വാർത്തകളും വരുന്നത്. അത് കെട്ടിടം പണിയിലുണ്ട്. അതിനേക്കാൾ കൂടുതൽ പ്രധാനം ഇപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആദ്യകാലത്ത് ശബരിമല സമരം നടക്കുന്ന സമയത്ത് അശോക് സിംഗാൾ എന്ന് പറഞ്ഞ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നയാൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി ഈ അമ്പലം പണിയുന്നതിനെക്കുറിച്ച്, അതിനുള്ള പൈസയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ തന്നെ ഓൾറെഡി 1000 കോടി രൂപ രാമക്ഷേത്രം പണിയാനായിട്ട് അമേരിക്കയിൽ നിന്ന് മാത്രം പിരിഞ്ഞു കിട്ടിയെന്നുള്ള പ്രസ്താവന ഇറക്കി. 1000 കോടി രൂപ എവിടെയാണ് നിക്ഷേപിച്ചതെന്നോ, ഏത് ബാങ്കിലാണ് നിക്ഷേപിച്ചതെന്നോ, എങ്ങനെയാണ് അത് ഉണ്ടാക്കിയതെന്നോ, അതെങ്ങനെയാണ് ചെലവഴിച്ചതെന്നോ ലോകത്താർക്കും അറിയത്തില്ല. അതിനെക്കുറിച്ച് അന്വേഷണം പോലും ഇല്ല. അതുകൊണ്ട് അവിടെ 100 വർഷം ഇനി ആരും അന്വേഷിക്കേണ്ട. RSSൻ്റെ രജിസ്ട്രേഷൻ ഇല്ല. വേണോ? അപ്പോൾ നാളെ എല്ലാവർക്കും പറയത്തില്ലേ, എല്ലാ മുഗളന്മാർക്കും മുഗൾ രാജാക്കന്മാരുടെ കാലത്തും പറയാം ഇതെല്ലാം 100 വർഷം പഴക്കം, ഇനി അതിൻ്റെ രജിസ്ട്രേഷൻ വേണ്ടെന്ന് പറയത്തില്ലേ? വഖഫ് ബോർഡിൻ്റെ കാര്യം അവരങ്ങനെ പറയില്ലേ? 100 വർഷം മുമ്പ് ഞങ്ങളുടെ കയ്യിലായിരുന്നു, അതുകൊണ്ട് തന്നെ അതിന് രജിസ്ട്രേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ, അപ്പം ഇവരുടെ ഉദ്ദേശം, എൻ്റെ മനസ്സിലാക്കൽ, എങ്ങനെ ഹൈന്ദവരും മറ്റുള്ളവരുമായിട്ട് സംഘർഷം ഉണ്ടാക്കാൻ പറ്റുമോ, ഹൈന്ദവരൊരു ചേരിയിലും മറ്റുള്ളവർ മറുചേരിയിലും ആക്കി നിർത്തി ആ ഹൈന്ദവരെ കൂട്ടുപിടിച്ച ചെറിയ രാജ്യമാണെങ്കിൽ, ഇന്ത്യ എത്ര ശിഥിലമായാലും, ഇന്ത്യയിൽ എത്ര യോജിപ്പില്ലെങ്കിലും ആ ചെറിയ രാജ്യമാണെങ്കിലും അവിടുത്തെ സർവാധികാരി ആയിരിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ നീക്കത്തിന് പിന്നിൽ.